ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. എനിക്ക് നിങ്ങളോടൊരു സാഡ് ന്യൂസ് പറയാനുണ്ട്. എനിക്ക് സാഡായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും സാഡ് ആയിക്കോട്ടെ എന്ന്. സോറി, അങ്ങനെയല്ല, നിങ്ങളും അറിഞ്ഞോട്ടെ എന്ന്. എന്താണ് ആ സാഡ് ന്യൂസ് എന്നറിയോ? ഞാൻ ഒരാഴ്ചയായിട്ട് വെൻ ദ ഫോൺ റിങ്സിൻ്റെ 5ാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ വെയിറ്റ് ചെയ്ത് അവസാനം കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ള സമയത്ത് അവരൊരു ന്യൂസ് റിലീസ് ചെയ്തു. 5ാമത്തെയും 6ാമത്തെയും എപ്പിസോഡ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് തകർന്നു പോയി ഞാൻ. 5ാമത്തെ 6ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നില്ല, അത് കാരണം ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നെങ്ങനെ എൻ്റെ വീട്ടുകാരോട് പറയാൻ പറ്റുമോ? വല്ല മടലും വെട്ടി അവരെന്നെ തല്ലും. ഞാൻ എൻ്റെ സങ്കടമൊക്കെ ആരോട് പറയാനാണ്? എൻ്റെ ഫ്രണ്ട്സ് ഒന്നും കേഡ്രാമ കാണാറില്ല, അപ്പം ഞാൻ കരുതി നിങ്ങളോട് പറയാന്ന്. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. വേറെ ഒന്നുമല്ല, ഒറ്റയ്ക്ക് വിഷമിക്കുന്നതിനെക്കാട്ടിലും കൂട്ടത്തോടെ വിഷമിക്കുമ്പോൾ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2ാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ 1ാമത്തെ എപ്പിസോഡ് എവിടെ വെച്ചായിരുന്നു തീർന്നു പോയത് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അഥവാ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിലോ, ഹീജുവിനെ കൊല്ലാതെ വിടണമെങ്കിൽ പണം തരണം എന്ന് പറഞ്ഞ് കിഡ്നാപ്പർ സാവോനെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ്. എന്നാൽ സാവോനാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ കൊന്നേക്ക്, എന്നിട്ട് ഷവായി കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുക എന്നും പറഞ്ഞ് കോള് കെട്ടുകയും ചെയ്യുന്നു. ഈ ഒരു ദേഷ്യത്തിൽ അത്രയും കാലം സംസാരിക്കാതിരുന്ന ഹീജു സംസാരിക്കുകയും ചെയ്യുന്നു. പ്ലസ് ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നത് കാരണം കാർ ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യുന്നു. കിഡ്നാപ്പറിന്റെ ബോധം പോകുന്നു. എന്നാൽ ഹീജു കിഡ്നാപ്പർ സാവോനെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിച്ച ആ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വരുവാണ്. നെക്സ്റ്റ് ഡേ അവർ രണ്ടുപേരും ഇവന്റിന് പോകുന്നു. ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഹീജു സാവോനെ കോൾ ചെയ്യുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഹീജുവിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് തനിക്ക് കോൾ ചെയ്യുന്ന ആള് ഹീജു തന്നെയാണ് എന്നറിയാതെ ആ വിളിക്കുന്ന ആളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെട്ടിയെറിഞ്ഞ് പീസാക്കിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പാകത്തിന് ദേഷ്യത്തിൽ നിൽക്കുവാണ് സാവോൻ. നിന്നെ ഞാൻ എന്തായാലും പിടിച്ചിരിക്കും എന്ന് ദേഷ്യത്തിൽ സാവോൻ പറയുന്നത് കേട്ട് ഹീജു ഫോൺ കട്ട് ചെയ്യുന്നു. ഇതിപ്പോ ഞാൻ അവന്റെ ട്രാപ്പിലായതാണോ അവൻ എന്റെ ട്രാപ്പിലായതാണോ എന്ന് ഹീജു ടെൻഷൻ ആയിക്കൊണ്ട് ചോദിക്കുന്നു. ഇതുവരെ ആയിരുന്നു 1ാമത്തെ എപ്പിസോഡ്. വിളിക്കാനാണെ വിളിച്ചും പോയി, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് റെസ്റ്റ് റൂമിൽ നിന്ന് വരുന്ന ഹീജു കാണുന്നത് എന്നെ സാവോനെയാണ്. സാവോനെ കാണുന്നതും ഹീജു പമ്മി റിവേഴ്സ് എടുത്തു പോകുന്നു. എന്നാൽ അത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. ബട്ട് സാവോൻ അവളെ കാണുന്നു. അവനെങ്ങാൻ പോയോന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയ ഹീജു കാണുന്നതോ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാവോന്. ഇനി എസ്കേപ്പ് ആവാൻ പറ്റില്ല എന്നുള്ളത് ഹീജുവിന് മനസ്സിലാവുന്നു. സാവോൻ നേരെ അവളുടെ അടുത്തേക്ക് പോകുന്നു. ഒന്നും സംസാരിക്കുന്നില്ല. അവളുടെ കൈ പിടിച്ച് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. കുറച്ച് സമയത്തിന് ശേഷം സാവോൻ സംസാരിക്കുന്നു. നീ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ആ ഫോൺ എടുക്ക് എന്നവൻ പറയുന്നു. ദൈവമേ, ഫോണോ? ഞാൻ ഉദ്ദേശിക്കുന്ന ഫോണിന്റെ കാര്യം തന്നെയായിരിക്കും അവനും ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നാണ് ഹീജു ചിന്തിക്കുന്നത്. ഓക്കെ, എന്തായാലും പിടികൊടുക്കാതിരിക്കാൻ ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് അവൾ അവളുടെ ഫോൺ എടുക്കുന്നു. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കെല്ലാം നീ ഉത്തരം പറയണം എന്ന് സാവോൻ പറയുമ്പോൾ വണ്ടർഫുൾ, എന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് ഹീജു ചിന്തിക്കുന്നു. ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായിരുന്നോ എന്ന് സാവോന്റെ ചോദ്യത്തിന് ഹീജു തലയാട്ടുന്നത് കണ്ട് എത്ര മണിക്കായിരുന്നു ആക്സിഡന്റ് നടന്നത് എന്ന് സാവോൻ ചോദിക്കുന്നു. 6 മണിക്കും 7 മണിക്കും ഇടയിൽ എന്നവള് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. ശരിക്കും ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നതും നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നവൻ ചോദിക്കുന്നു. ഹീജു അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സാവോൻ അവളെ ചെക്ക് ചെയ്യുവാണ്. നെറ്റിയിൽ മുറിവുണ്ട്. സ്കാർഫ് അഴിച്ചു നോക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിലും മുറിവ് കാണുന്നുണ്ട്. വെറി ആയിക്കൊണ്ട് ആ മുറിവുകൾ നോക്കി ഇതെന്തു പറ്റിയതാ എന്ന് ദേഷ്യത്തിൽ അവൻ ചോദിക്കുന്നു. അവളത് ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് സാവോൻ, അല്ലെ നീ അത് പറയണമെന്നില്ല, ആരായിരുന്നു അത്? അവന്റെ മുഖം നീ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഫേസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുഖം ഞാൻ കണ്ടില്ല എന്ന് ഹീജു പറയുന്നു. സാവോൻ, ആ ബാസ്റ്റഡ് എന്താ പറഞ്ഞ്? കത്തി വെച്ചിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തിയോ? നിന്നെ കൊല്ലൂന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഹീജു അതേ എന്ന് ആംഗ്യം കാണിക്കുന്നത് കണ്ട് അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ എന്തുകൊണ്ട് എന്നോട് ഇത് പറയാതിരുന്നേ എന്ന് അവൻ ചോദിക്കുന്നു. ശവമായതിനു ശേഷം വിളിക്കാനല്ലേ നീ ഇന്നലെ പറഞ്ഞ് എന്നവൾ മനസ്സിൽ ചിന്തിക്കുന്നു. സാവോൻ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരെങ്കിലും നിന്നോട് സംസാരിക്കാൻ വരിക, നിന്നെ ഫോളോ ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി എപ്പോഴും ബോഡി ഗാർഡ് നിന്റെ കൂടെ ഉണ്ടായിരിക്കണം, ഈ മുറിവെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ ഡോറ് തുറന്ന് അവിടുന്ന് പോകുന്നു. അവളാണ് ആ കോൾ ചെയ്തതെന്ന് സാവോന് മനസ്സിലായിട്ടില്ല എന്ന് അവക്ക് മനസ്സിലാവുന്നതും അവക്ക് സമാധാനമാവുന്നു. റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് സാവോൻ ബോഡി ഗാർഡിന് കോൾ ചെയ്യാൻ മറക്കുന്നില്ല. ബോഡി ഗാർഡിന് കോൾ ചെയ്ത് കഴിഞ്ഞ് അവൻ പി എയോട് സംസാരിക്കുന്നു. IP അഡ്രസ് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, പല സ്ഥലങ്ങളും മാറി മാറി കാണിക്കുവാണെന്നാണ് പി എ പറയുന്നത്. ഇവന്റിന് വന്നിട്ടുള്ള ഗസ്റ്റുകളുടെയും മറ്റാളുകളുടെയും ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാവോൻ പി എയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹീജു വീട്ടിലെത്തിയിട്ടുണ്ട്. അവള് കോൾ റെക്കോർഡ് കേട്ടോണ്ടിരിക്കുവാണ്. നിനക്ക് എന്താ വേണ്ടേ എന്ന് സാവോൻ ചോദിച്ച ഭാഗം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവള് കേൾക്കുന്നു. ഓ സാവോൻ പേടിച്ചു പോയല്ലോ എന്നവള് വളരെ സന്തോഷത്തോടെ പറഞ്ഞ് തന്റെ മുറിവ് നോക്കി. അവന്റെ സാധനങ്ങൾ ആരെങ്കിലും തൊട്ടാ അവന് നന്നായിട്ട് ദേഷ്യം വരുന്നു തോന്നുന്നു എന്നവള് പറയുന്നു. കൂടാതെ ഹീജുവിന് ഇന്നലെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അവൾ ഇന്നലെ മരിച്ചു പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്ന സൗണ്ടിനെ കുറിച്ചും പിന്നീട് സാവോന്റെ കയ്യിൽ കണ്ട മുറിവിനെ കുറിച്ചും ചിന്തിക്കുന്ന ഹീജു, ഞാനിപ്പോ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നേ എന്ന് പറഞ്ഞ് അവള് വീണ്ടും ഫോൺ എടുത്ത് നോക്കുന്നു. കിഡ്നാപ്പർ ഇപ്പൊ ഈ ഫോൺ അന്വേഷിക്കുന്നുണ്ടാവും, സോ എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്നാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹീജു സാവോൻ ലോക്ക് തുറന്ന് അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നു. സോ അവള് പെട്ടെന്ന് തന്നെ ഫോൺ ഒളിപ്പിച്ച് വെക്കുവാണ്. ബാഗിലാണ് വെക്കുന്നത്, വേറെ സ്ഥലത്തൊന്നും അവൾക്ക് ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. സാവോൻ അവളുടെ റൂമിന്റെ ഡോറിൽ നോക്ക് ചെയ്തുകൊണ്ട് അവളുടെ റൂമിലേക്ക് വരുന്നു. അവളുടെ കാറിന്റെ കീ ചോദിക്കുവാണ് സാവോൻ.
കാർക്കിയോ എന്ന് ചിന്തിച്ച് നിൽക്കുവാണ് ഹീജു. ഓ നിന്റെ ബാഗിലാണോ എന്ന് ചോദിച്ച് സാവൻ അവളുടെ ബാഗ് എടുക്കാൻ പോകുന്നത് കാണുന്നതും ഹീജു അവനെങ്ങനെ ഫോൺ കിട്ടിയാ ഇനി ചിന്തിക്കാൻ തലയുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ആ ചിന്തയൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ പോയി ബാഗ് പിടിക്കുന്നു. അവനേക്കാൾ മുന്നേ അവളാണ് ബാഗ് പിടിക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ കണ്ട് സാവൻ നീ എന്തുവായി ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അവള് കാർക്കി കൊടുക്കുന്നതും അവൻ പോകുന്നു. ഇപ്പോഴാണ് അവക്ക് സമാധാനമാവുന്നത്. ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് കാറിന് സംഭവിച്ച പരിക്കും കിഡ്നാപ്പർ കത്തി വെച്ച് ബാക്ക് സീറ്റിൽ കുത്തിക്കീറിയതും എല്ലാം കണ്ട് അവന് നന്നായി ദേഷ്യം വരുന്നു. ഇവനിപ്പോ എന്തിനായിരിക്കും എന്റെ കാർക്കി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഹീജുവിന് പിന്നീടാണ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ടുണ്ടാവും എന്നുള്ള ഓർമ്മ വരുന്നത്. സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞാൽ തന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് അറിയാവുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഹീജു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടുന്നു. അവൾ അങ്ങോട്ട് എത്തുന്നതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന സാവോൻ ആക്സിഡന്റ് സംഭവിച്ച ഈ കോലത്തിലായ കാർ എങ്ങനെയാ ഡ്രൈവ് ചെയ്ത് വന്നതെന്ന് ചോദിക്കുന്നു. കാർ ഗ്യാരേജിലേക്ക് കോൾ ചെയ്തിട്ടാണ് കാർ അവിടെ എത്തിച്ചത്. അത് അവൾ ടൈപ്പ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. ഡാഷ് ക്യാമിന് എന്താ പറ്റിയ ഒന്നും റെക്കോർഡായിട്ടില്ലല്ലോ എന്നവൻ ചോദിക്കുന്ന സമയത്താണ് ഒന്നും റെക്കോർഡായിട്ടില്ല എന്നുള്ള കാര്യം അവൾ അറിയുന്നത്. അത് അവൾക്ക് ചെറിയ ആശ്വാസമൊന്നുമല്ല കൊടുക്കുന്നത്. ഈ സമയത്ത് ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് വരുന്നു. ഹീജുവിനെ ഇടിക്കുമെന്ന് തോന്നുന്നതും സാവൻ പെട്ടെന്ന് തന്നെ അവളെ തന്റെ അടുത്തേക്ക് വലിക്കുന്നു. ആ ബൈക്കിലുള്ള ആള് അവരെ നോക്കുന്ന സമയത്ത് ഒന്ന് കെയർഫുൾ ആയി പൊക്കൂടെ എന്ന് ദേഷ്യവും കൺസേണും എല്ലാം കൂടെ ചേർന്ന ഒരു ഇമോഷനിൽ സാവൻ ചോദിക്കുന്നു. അയാൾ സോറി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഹീജു പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തുനിന്ന് മാറുന്നു. സാവൻ അവളോട് പുതിയ കാർ സെറ്റ് ചെയ്ത് തരാം, പക്ഷേ നാളെ തൊട്ട് വർക്കിന് പോണ്ട, വീട്ടിൽ നിന്നോ എന്ന് പറയുന്നു. അത് പറ്റില്ല, എനിക്ക് നാളെ കോടതിയിലേക്ക് ഇന്റർപ്രറ്റർ ആയിട്ട് പോകാനുണ്ട്. ഒറ്റയ്ക്കല്ല, ഡയറക്ടറിന്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഇനിയും ജോലി ചെയ്യണം, നിർത്താൻ പറ്റില്ല. നിന്റെ അമ്മ എന്നോട് ജോലി ചെയ്യുന്നത് നിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ജോലി ചെയ്യണം. വേറൊരു കാര്യം, ഫുൾ ടൈം ബോഡി ഗാർഡ്സിനെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ആളുകൾക്കിടയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കാണിച്ച് അവന്റെ ആൻസറിന് വെയിറ്റ് ചെയ്യാതെ ഹീജു അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് ഡേ സാവോന്റെ ഓഫീസിൽ PA ആയ ദോജെ ഈ ഒരു ഫുട്ടേജിൽ മാത്രമാണ് നമുക്ക് ആ കിഡ്നാപ്പറിനെ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ ഒരു CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കുവാണ്. ആളെ കാണാൻ പറ്റുന്നില്ല, ഒരു രൂപം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇന്നലെ അവര് പോയ ഇവന്റിൽ നിന്നും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. ഇതെല്ലാം നോക്കി സാവോൻ അതായത് നിനക്ക് യൂസ്ഫുൾ ആയ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെ എന്ന് ചോദിക്കുന്നു. ദോജെ അവനോട് സോറി പറഞ്ഞ് നമുക്ക് പോലീസിന്റെ ഹെൽപ്പ് ചോദിച്ചാലോ എന്ന് ചോദിക്കുന്നു. സാവോന്റെ ഫേസ് കാണുന്നതും അവൻ അല്ലെങ്കിൽ വേണ്ട അല്ലേ, സാറിന്റെ വൈഫിനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നവൻ പറയുന്നു. നീ എന്റെ വൈഫിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സാവോൻ ചോദിക്കുന്നു. ദോജെ ഇല്ലാന്ന് പറയുന്നു. ഞാൻ എപ്പോഴെങ്കിലും എന്റെ വൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും. ഈ രാജ്യത്ത് ഒരാൾക്കും എന്റെ വൈഫ് ആരാണെന്ന് അറിയില്ല. അവരെല്ലാവരും ക്യൂരിയസ് ആണ്. ഇതുപോലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സാവോൻ ചോദിക്കുന്നു. ഡോജെ അതിന് സോറി പറയുന്നു. ഈ സമയത്ത് സാവോന് ഒരു മെസ്സേജ് വരുന്നു. ഹീജുവിന്റെ കോടതിയുടെ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ് അയച്ച മെസ്സേജ് ആണത്. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് സാവോൻ ബോഡി ഗാർഡിന് റിപ്ലൈ കൊടുക്കുന്നു. ഹീജുയുടെ വാഷ്റൂമിലാണ്. വാഷ്റൂമിന്റെ പുറത്ത് ഹീജുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബോഡി ഗാർഡ് സാവോന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. ഹീജു ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും പ്രശ്നത്തിനായിരുന്നു ഇന്റർപ്രറ്റർ ആയിട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് അവര് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടിയാവുന്നു. സോ ബോഡി ഗാർഡിന് ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി പോകേണ്ടി വരുന്നു. ബോഡി ഗാർഡ് അവിടുന്ന് മാറുന്നതും ഒരാൾ വാഷ്റൂമിന്റെ അടുത്തേക്ക് വരുന്നു. ഹീജു അവിടുന്ന് പുറത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ നടന്നു വരുന്ന സൗണ്ടും കൂടെ അയാളുടെ നിഴലും കാണുന്നു. അവക്ക് കിഡ്നാപ്പറെയാണ് ഓർമ്മ വരുന്നത്. അന്ന് അവൾ അത്രയും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ നിഴല് നോക്കി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുവാണ് ഹീജു. ഇപ്പൊ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതും ബോഡി ഗാർഡ് വാഷ്റൂമിലേക്ക് വന്ന് നോക്കുന്നു. ഹീജുവിനെ അവിടെ കാണാനില്ല. സോ ടെൻഷൻ ആയിക്കൊണ്ട് അവർ ഹീജുവിനെ തിരയാൻ തുടങ്ങുന്നു. ഇവിടെ സാവുൻ ഇതേ സമയം മീറ്റിംഗിലാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന സൗണ്ട് കേട്ട് അവൻ ഫോൺ എടുത്ത് നോക്കുന്നു. ഹീജുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ബോഡി ഗാർഡ് അയച്ച മെസ്സേജ് ആണിത്. ഇത് വായിച്ച് സാവുൻ വറിയാവുന്നു. പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കുക, ആവശ്യമാണെങ്കിൽ കോടതിയിൽ നിന്നും കൂടുതൽ സപ്പോർട്ടിന് റിക്വസ്റ്റ് ചെയ്യേ എന്നവൻ റിപ്ലൈ അയക്കുന്നു. സാവുന് മീറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ബോഡി ഗാർഡ് മറ്റൊരു മെസ്സേജ് അയക്കുന്നു. ഹീജുവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവളെ ഏതോ ഒരാണിന്റെ കൂടെയാണ് ഉള്ളത് എന്നാണ് ബോഡി ഗാർഡ് അയച്ച മെസ്സേജ്. ആണോ? ആരാണ് അവൻ? കാണാൻ എങ്ങനെയുണ്ട് എന്ന് സാവുൻ ചോദിക്കുന്നു. അത് ഹീജുവിന്റെ സീനിയർ ആണ്. അവർ രണ്ടുപേരും സംസാരിക്കുവാണ്. റെസ്റ്റ് റൂമിൽ നിന്നും ബോഡി ഗാർഡിന് കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തുകൊണ്ട് പേടിച്ച് നടന്നു വന്ന ഹീജു ആക്ച്വലി അവനെ കണ്ട് ആദ്യം പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആൾ ആരാണ് എന്ന് കാണുമ്പോഴാണ് അവക്ക് പേടി മാറുന്നത്. സോറി, ഞാൻ അതുപോലെ വുമൻസ് റെസ്റ്റ് റൂമിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ലായിരുന്നു. കോർട്ട് റൂമിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ അത് നീയാണോ എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ വന്നതായിരുന്നു ഞാൻ എന്ന് പറയുന്നു. പക്ഷേ നീ എന്താ ഇവിടെ എന്ന് ഹീജു ചോദിക്കുന്നു. അതായത് ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നു. ഞാനൊരു വിറ്റ്നസ് ആയിട്ട് വന്നതാ, നീ എന്താ ഇവിടെ എന്ന് സീനിയർ ചോദിക്കുന്നു. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഫോട്ടോ എടുത്ത് ബോഡി ഗാർഡ് സാവോന് അയച്ചു കൊടുക്കുന്നു. അത് ഇയാളാണ്, എനിക്ക് തോന്നുന്നത് ഇവർക്ക് പരസ്പരം അറിയാന്നാണ്. അവന്റെ ബോഡിയൊക്കെ അടിപൊളിയാണ്, കാണാനും കൊള്ളാം എന്നും ബോഡി ഗാർഡ് അയച്ച മെസ്സേജുകളും ഹീജുവും ആ സീനിയറും ചിരിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ട് സാവോൻ ദേഷ്യത്തിൽ ആ ഫോൺ താഴെ വയ്ക്കുന്നു. ടീം മെമ്പേഴ്സ് ഞെട്ടിപ്പോകുന്നു. സാവോൻ തിരിച്ച് റിപ്ലൈ അയക്കുന്നു. ഫോട്ടോസ് എടുക്കണ്ട, ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ അവൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചൂഴ്ന്നു നോക്കാൻ വേണ്ടി അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞത് വായിച്ച് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്.
പിന്നെ ചുമ്മാ കണ്ണുണ്ട് മൂക്കുണ്ട് വായുണ്ടെന്ന് മാത്രം പറയാൻ പറ്റുമോ എന്നാണ് ബോഡി ഗാർഡ്സിൽ ഒരാൾ ചോദിക്കുന്നത്. ഇവിടെ സീനിയർ 3 വർഷം മുന്നേ പെട്ടെന്ന് നീ കോണ്ടാക്ട് എല്ലാം നിർത്തിയില്ലേ? ഞാൻ നിന്നെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും നിന്നെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം നിന്നെ ഞാൻ ന്യൂസിൽ കണ്ടു, സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയിട്ട് എന്ന ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നു. 3 വർഷം മുന്നേ കോണ്ടാക്ട് നിർത്തിയതും മാരേജിന്റെ കാര്യവും ഒന്നും അവൾക്ക് പറയാൻ പറ്റില്ല. സോ നീ ഇപ്പോഴും നന്നായിട്ട് സൈൻ ലാംഗ്വേജ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. സീനിയർ അങ്ങനെയല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നീ വർക്ക് ചെയ്യുന്ന ന്യൂസ് സ്റ്റേഷനിൽ ഇനി മുതൽ ഞാനും ഉണ്ടാവും. ഞാൻ അവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രോഗ്രാമിന്റെ പേര് ക്രൈം റിപ്പോർട്ട് എന്നാണ്. ക്രൈം കേസ് കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എനിക്ക് സോൾവ് ചെയ്യണം എന്നുള്ളൊരു കോൾ കേസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. കൂടെ ഹീജുവിന്റെ കോൺടാക്ട് നമ്പറും സീനിയർ വാങ്ങുന്നുണ്ട്. സീനിയറിന്റെ പേര് സംഗ്വു എന്നാണ്. ഇപ്പോൾ ഹീജു സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിയ കാര്യം ബോഡി ഗാർഡ്സ് സാവോനെ അറിയിക്കുന്നു. അവൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി മിസ്റ്റർ യാങ്ങിനോട് പ്രസിഡൻഷ്യൽ ഓഫീസിലേക്കുള്ള സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. ഇവിടെ ഹീജു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അവളുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രൂട്ട്സും ഉണ്ട്, കൂടെ തന്നെ വേറൊരു ബോക്സും കൂടെ ഉണ്ട്. ആ ബോക്സിലുള്ളത് സെക്സി ആയിട്ടുള്ള നൈറ്റ് ഡ്രസ് ആണ്. ഹീജു ഇത് കണ്ട് അമ്മയെ നോക്കുന്ന സമയത്ത് നീ എന്നെ ഇങ്ങനെ നോക്കുമൊന്നും വേണ്ട, ഈ പ്രായമായിട്ടും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടു തരണം എന്ന് വെച്ചാൽ എന്ത് മോശം അത്. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നീ ഇത് ചെയ്തേ പറ്റൂ. ഈന ഓടിപ്പോയത് കാരണം നീ കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ നീ എന്തായിരുന്നു പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛന് വേണ്ടിയിട്ട് എന്തോ നീ ചെയ്യുന്നല്ലേ നീ പറഞ്ഞത്? നല്ല നഴ്സിംഗ് ഹോമിൽ നിന്റെ അച്ഛനെ ആക്കണം എന്നല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞു, നിന്റെ അച്ഛനെ നല്ലൊരു നഴ്സിംഗ് ഹോമിൽ ആക്കിയിട്ടുണ്ട്. ആ നഴ്സിംഗ് ഹോമിൽ തന്നെ നിന്റെ അച്ഛൻ നിൽക്കണം എന്നാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ സാവുന്റെ വൈഫ് എന്ന നിലയിൽ എല്ലാ കാര്യവും നീ അവന് വേണ്ടി ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തില്ല എന്നാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നിന്റെ അച്ഛൻ തെരുവിൽ കിടക്കുന്നത് നീ കാണേണ്ടി വരും എന്ന് പറഞ്ഞ് അമ്മ അവളെ വാൺ ചെയ്യുന്നു. ഹീജു ആ ഡ്രസ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത് കണ്ട അമ്മ, അതാണ് നിന്റെ അച്ഛനെ ഏത് കാര്യത്തിൽ നിനക്കെതിരെ ഉപയോഗിക്കുന്നോ ആ കാര്യത്തിൽ നിനക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ അത്രയ്ക്ക് വീക്കായി പോവും എന്ന് പറയുന്നു. ശരിയാണ്, വീക്ക്നെസ് എന്ന് പറയുന്നത് അതാണ്. എന്റെ അച്ഛനാണ് എന്റെ വീക്ക്നെസ് എന്ന് ഹീജു ചിന്തിക്കുന്നു. നൈറ്റ് ഹീജു ആ നൈറ്റ് ഡ്രസ് ഇടുന്നു. ഓക്കെ, ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷെ അമ്മ, ഈ ജയിലിൽ നിന്ന് ഞാൻ വിജയകരമായി പുറത്തു കിടക്കുന്ന ആ ദിവസം അമ്മയുടെ മുഖത്ത് ഏത് എക്സ്പ്രഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് ആലോചിച്ച് എനിക്ക് നല്ല ആകാംക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഫോൺ എടുക്കുന്നു. ഇവിടെ സാവൻ കിഡ്നാപ്പറിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുവാണ്. 10 മണിക്കാണ് സാധാരണ അവന്റെ ഫോൺ റിങ് ചെയ്യാറുള്ളത്. എന്തിലും ണമെങ്കിൽ നിനക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. നിന്റെ എതിരാളിയെ നിനക്ക് എത്ര നന്നായി അറിയാം എന്നായിരുന്നു സാവോന്റെ അമ്മ സാവോനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓർത്തുകൊണ്ട് സാവോൻ അവന്റെ എതിരാളിയായ കിഡ്നാപ്പറെ കൂടുതൽ മനസ്സിലാക്കാനുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പൊ 10 മണിയാവുന്നു, അവന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആദ്യം കോൾ എടുക്കണ്ട എന്ന് കരുതിയെങ്കിലും പിന്നീട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഫോൺ എടുക്കുന്നതും നീ ഡിസൈഡ് ചെയ്തോ എന്നാണ് അവൻ കേൾക്കുന്നത്. കറക്റ്റ് ഈ ഒരു ടൈമിൽ തന്നെ കോൾ ചെയ്യുന്നതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് സാവോൻ തിരിച്ചു ചോദിക്കുന്നു. ആക്ച്വലി അത് എന്റെ തീരുമാനമാണ്. എന്നിട്ട് നീ ഡിസൈഡ് ചെയ്തോ? നീ എനിക്ക് പണം തരുവാണോ ചെയ്യുന്നത് അതോ എല്ലാം വേണ്ടാന്ന് വെച്ച് പോവുകയാണോ ചെയ്യുന്നത് എന്ന് ഹീജു ചോദിക്കുന്നു. സാവോൻ, അത് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഈ രാജ്യത്തെ എല്ലാവരും വിശ്വസിക്കുന്നത് ചങ്വൂൺ ഡെയിലി ന്യൂസ് ചെയർമാന്റെ ആദ്യത്തെ മകളായ ഈനയാണ് എന്റെ ഭാര്യ എന്നാണ്. ഫാമിലിക്കല്ലാതെ മറ്റാർക്കും ഹീജു ആണ് എന്റെ വൈഫ് എന്നറിയില്ല. എന്നാൽ നിനക്കതറിയാം. അങ്ങനെ വരുമ്പോ നീ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നു. ഹീജു, ആയി ശരി, നിന്റെ വിഷയം ഇപ്പൊ അതാണോ? നിനക്കിപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? നിന്റെ ലൈഫ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തല കീഴായിട്ട് മറിക്കും എന്ന് പറയുന്നു. സാവോൻ, ഓ അതെനിക്കറിയാം. ഏതോ ഒരു ഭ്രാന്തൻ ഹീജുവിന്റെ കാറ് നശിപ്പിച്ചു. അവളെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി നെറ്റിയിലും കഴുത്തിലും എല്ലാം മുറിവുമാക്കി. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, കോംപ്രമൈസ് ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട എന്നവൻ ഒരു പതർച്ചയോ ഇല്ലാതെ പറയുന്നു. ആ കാര്യം നിനക്ക് ഉറപ്പാണോ? എന്റെ കയ്യിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് എന്ന് ഹീജു പറയുന്നു. ഇപ്പൊ സാവോന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതെടുത്ത് നോക്കുന്ന അവൻ കൺഫ്യൂസ് ആവുന്നു. എങ്ങനെയുണ്ട്, നന്നായി കണ്ടോ? ഇനിയും കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ഹീജു ചോദിക്കുന്നു. ഇതെന്താ ഇത് എന്നവൻ ചോദിക്കുന്നു. ഹീജു, നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ? എന്നിട്ടും അതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവള് നിന്റെ ശരിക്കുള്ള വൈഫല്ലാന്ന് നീ വിളിച്ചു പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. എന്നാൽ സാവോന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൻ വീണ്ടും അത് എന്താണെന്ന് ചോദിക്കുന്നു. അത് ഹീജുവിന്റെ തൊടയുടെ ഫോട്ടോ അല്ലേ? ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഈ ഫോട്ടോ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം, എന്ത് സ്റ്റോറി ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ നിന്റെ ഇമാജിനേഷന് വിട്ടു തന്നിരിക്കുവാണ് എന്ന് ഹീജു പറയുന്നു. ഇത് ഹീജുവിന്റെ ഫോട്ടോ തന്നെയാണെന്ന് എന്താ ഉറപ്പ് എന്നവൻ ചോദിക്കുന്നു. അയ്യോ, എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ? ഹീജുവിന്റെ തൊടയിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു മറുകുണ്ട് എന്ന കാര്യം അപ്പൊ നിനക്ക് അറിയില്ലേ എന്ന് ഹീജു ചോദിക്കുന്നു. സാവൻ വീണ്ടും ആ ഫോട്ടോ എടുത്ത് മറുക് സൂം ചെയ്ത് നോക്കുന്നു. ഹീജു വീണ്ടും, ഷെടാ, ആ കാര്യമൊന്നും നിനക്കറിയാത്ത, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ അതോ ഇതുവരെ നീ അവളെ നേക്ഡ് ആയിട്ട് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു. കണ്ടിട്ടില്ലാന്ന് സാവുന് പറയാൻ പറ്റില്ലല്ലോ. സോ അവൻ അടുത്തത് എന്ത് പറയണമെന്ന് ചിന്തിക്കുന്നു. നീ മാരീഡ് ആണോ എന്ന് സാവൻ ചോദിക്കുന്നു. വേറെ എന്തോ അവൻ ചോദിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഹീജു പെട്ടെന്ന് ഈ ചോദ്യം കേട്ട് ആദ്യം അതേന്ന് പറയുന്നു, പിന്നീട് അല്ലാന്ന് പറയുന്നു. ഒരു സ്ത്രീയുമായിട്ടുള്ള നിന്റെ ഫസ്റ്റ് ടൈം എപ്പോഴായിരുന്നു എന്ന് സാവുന്റെ അടുത്ത ചോദ്യം കേട്ട്
ഇവനെന്ത് തേങ്ങയായി ചോദിക്കുന്നേ എന്നാണ് ഹീജു ചിന്തിക്കുന്നത്. എന്താടാ വൃത്തിയായിട്ടവനെ, ഞാൻ ചോദിച്ചതിന് നീ ആൻസർ പറയാത്തെ? എന്റെ ഭാര്യയെ മോശക്കാരിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫേക്ക് ഫോട്ടോ ഉണ്ടാക്കിയ നിന്നെയൊക്കെ ഞാൻ എന്താ വിളിക്കണ്ടേ? ബ്ലാക്ക് മെയിലിന്റെ കൂടെ സെക്ഷൽ അസോൾട്ട് കൂടെ നിന്റെ മേലെ ഞാൻ കുറ്റമായിട്ട് ചേർക്കാൻ പോവാണ് എന്നെല്ലാം സാവൻ പറയുന്നത് കേട്ട് ഹീജു പകച്ചു പോകുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ ഉദ്ദേശിച്ചിരുന്നത്. സാവൻ, നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്തണമെന്നാണെങ്കിൽ നീ എന്നെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് അവളെ അറിയാം. അതുകൊണ്ട് ഇമാതിരി കാര്യങ്ങളുമായിട്ട് ഇനി മേല എന്റെ അടുത്തേക്ക് വരരുത് എന്നവൻ പറയുന്നു. ഇത് ഹീജുവിന് തീരെ ഇഷ്ടാവുന്നില്ല. നിനക്ക് അവളെ കുറിച്ച് എന്തറിയാന്നാ പറയുന്നത്? നീ അവളുടെ ഹസ്ബൻഡ് ആണെന്ന് പറയുന്നല്ലേ ഉള്ളൂ. ഫേക്ക് ഫോട്ടോയോ? അത് ഫേക്ക് ഫോട്ടോ ഒന്നും അല്ലടാ പൊട്ട. നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ പോയി അതങ്ങ് ചെക്ക് ചെയ്ത് നോക്ക്. അത് അവളുടെ തൊടയാണോ അല്ലയോ എന്നുള്ളത് നീ തന്നെ ചെക്ക് ചെയ്ത് നോക്ക് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവളാണ് അവിടെ പൊട്ടത്തിയായതെന്ന് അവക്ക് മനസ്സിലാവുന്നത്. ദൈവമേ, ഞാനിപ്പോ എന്താ പറഞ്ഞേ എന്നവള് സ്വയം പറയുന്നു. ഈ കോള് 10 മിനിറ്റിൽ കൂടിയതുകൊണ്ട് തന്നെ ഏകദേശം സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നു. എന്ന് വെച്ചാൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല, ചെറുതായിട്ട് കേട്ടോ. അതായത് ആള് കൊറിയയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് പിടികിട്ടുന്നു. അപ്പൊ മനസ്സിലായല്ലോ എത്രത്തോളം ഇനിയും അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം. കോൾ ചെയ്ത സമയത്ത് സാവൻ അയാളെ കുറിച്ച് കിട്ടിയ ക്ലൂ, അതായത് അയാൾ മാരീഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഉണ്ടായ പതർച്ചയും എല്ലാം സാവൻ ടീമിനോട് പറയുന്നു. കൂടെ ആ ഏരിയയിലെ സെക്സ് ഒഫൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനും അവൻ പറയുന്നുണ്ട്. പിന്നീട് ആ ഫോട്ടോയുടെ കാര്യവും ഡോജിയുടെ അടുത്ത് പറയാൻ നിൽക്കുന്ന സമയത്താണ് അത് ഹീജുവിന്റെ തൊടയുടെ ഫോട്ടോ ആണ് എന്ന് വിളിച്ച ആള് പറഞ്ഞത് അവന് ഓർമ്മ വരുന്നത്. സോ അല്ലേൽ അത് വിട്, അതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. ഇവിടെ ഹീജു ആണെങ്കിൽ അവള് തന്നെ അവക്ക് വെച്ച പാരയെ കുറിച്ച് ആലോചിച്ച് ഉറക്കം പോയി കിടക്കുവാണ്. ഈ സമയത്ത് സാവൻ ഡോർ അൺലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഡുവറ്റ് തലയിലൂടെ ഇട്ട് ഹീജു കിടക്കുന്നു. സാവനാണെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതും ഹീജുവിന്റെ റൂമിന്റെ മുന്നിലേക്ക് വന്ന് ഡോറ് നോക്ക് ചെയ്യാൻ നിൽക്കുവാണ്. എന്നാൽ ഡോറ് നോക്ക് ചെയ്യേണ്ട തീരുമാനം മാറ്റി അവൻ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നു. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ എന്ന് ചിന്തിച്ച് കിടക്കുവാണ് ഹീജു. പതിയെ ഒരു സൗണ്ടും ഉണ്ടാക്കാതെ വന്ന് സാവൻ ഡുവറ്റ് മാറ്റാൻ നോക്കുന്നതും ഹീജു അത് മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. അവൻ ഇങ്ങോട്ട് എത്ര തവണ വലിക്കാൻ നോക്കുന്നോ അവൾ അത്രയും തവണ അങ്ങോട്ടും വലിക്കാൻ നോക്കുന്നു. അവസാനം അവൻ നല്ല ഫോഴ്സിൽ വലിക്കുന്നതും ഡുവറ്റിന്റെ കൂടെ ഹീജുവും വരുന്നു. ബാലൻസ് തെറ്റി അവനും ബെഡിലേക്ക് വീഴുന്നു. അവളുടെ മേലെ കൂടെയാണ് അവൻ വീഴുന്നത്. അവരിതേപോലെ പരസ്പരം കണ്ടും നോക്കിയിരിക്കുന്നതുകൊണ്ട് എന്റെ ഫുൾ കോൺസെൻട്രേഷനിൽ ഞാൻ അവരുടെ മേലെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആകാംക്ഷയോടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഹീജു തല തിരിച്ചു കളഞ്ഞു. എന്റെ പ്രതീക്ഷകളെല്ലാം അവള് കാറ്റിപ്പറത്തി. പക്ഷെ സാരമില്ല, സമയമുണ്ടല്ലോ. അവള് മുഖം തിരിച്ചു കാരണം ഇനിയിപ്പോ അവൻ നോക്കിക്കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? സോ അവൻ എഴുന്നേക്കുന്നു. സാവൻ പ്രസിഡൻഷ്യൽ ഓഫീസ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അനൗൺസ്മെന്റ് ഉടനെ വരും. നിനക്ക് വർക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞത്, പ്രിവിലേജ് ഒന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ എന്റെ തൊട്ടടുത്തൊരു സ്പോട്ട് നിനക്ക് സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവളുടെ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാവൻ ഡൈനിങ് ഹാളിലുള്ള ടേബിളിൽ കാണുന്നത് 3 വർഷം മുന്നേ നടന്ന സംഭവം ഓർക്കുന്നു. അന്ന് ഉറക്കം നോക്കിക്കൊണ്ട് സാവന് ഡിന്നറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഹീജു. അത് കണ്ട് ചിരിച്ച സാവൻ അവൾ എഴുന്നേൽക്കുന്നതും സീരിയസ് മോഡിൽ ചെയറിൽ പോയിരിക്കുന്നു. അവൾ ഉണ്ടാക്കിയ ഫുഡായിരുന്നു അത്. എന്നാൽ അവനത് കഴിക്കുന്നില്ല. അടുത്തത് എന്താ എന്ന് ചോദിക്കുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് അവൾ വൈൻ കുടിക്കുന്നു. അത് കഴിഞ്ഞ് അവനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡാൻസിന് അവൻ നിന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ സാവൻ തന്നെ കിസ് ചെയ്യാൻ വരുവാണെന്ന് കരുതി ഹീജു കണ്ണടച്ച് നിൽക്കുവാണ്. എന്നാ അവൻ അവളുടെ ചെവിയിൽ നിനക്ക് ടിപ്പ് വേണോ എന്ന് ചോദിക്കുന്ന കേട്ട് ഹീജു കണ്ണു തുറക്കുന്നു. കൂടെ എന്റെ മേലെ ഒരു ഫീലിങ്സും നിനക്ക് ഉണ്ടാവരുത്. നിന്റെ അമ്മ പറയുന്നത് കേട്ട് എന്റെ മുന്നിൽ ഒരു പപ്പറ്റായിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള നിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഇനി നീ ചെയ്യാൻ നിൽക്കരുത് എന്നും അവൻ പറയുന്നു. അവൾ അവന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതും സാവൻ വീണ്ടും നീ എന്റെ പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു. അതുകൊണ്ട് ഇനി മേല ഇതുപോലെ ഓരോ പരിപാടി കൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവള് ഹേർട്ട് ചെയ്തു പോകുന്നു. സങ്കടത്തോടെ ഹീജു അന്ന് അവിടെ നിന്നതും ഇന്നത്തെ സിറ്റുവേഷനുമാണ് അവൻ ഓർക്കുന്നത്. ഹീജുവും ഉറങ്ങിയിട്ടൊന്നുമില്ല. നേരത്തെ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് എന്തുകൊണ്ടായിരിക്കും അവൻ മറുക് ചെക്ക് ചെയ്യാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഹാർട്ട് ബീറ്റ് കൂടി വരുമോ എന്നല്ലാതെ അവക്ക് ഉറക്കം വരുന്നില്ല. നെക്സ്റ്റ് രാവിലെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതും TV കണ്ടുകൊണ്ടിരിക്കുന്ന സാവുനെ കണ്ട് അവൾ ഞെട്ടുന്നു. നീ എന്താ വല്ല പ്രേതത്തിനും കണ്ടോ എന്നാണ് സാവുൻ ചോദിക്കുന്നത്. പ്രേതം ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവൾ ക്ലോക്കിൽ നോക്കുന്നു. ഉച്ചയ്ക്കേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ് സാവുൻ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നിട്ടില്ല എന്ന് പറയുന്നു. ഇവൻ എന്നോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും അല്ലേ പറയുന്നത് എന്നും ചിന്തിച്ച് ഹീജു ഫ്രഷായി കോഫി എടുക്കാൻ പോകുന്നതും സാവുൻ വന്ന് കോഫി മെഷീൻ ഓഫ് ചെയ്യുന്നു. വെറും വയറ്റിൽ കോഫി കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സാവുൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുവാണ്. കട്ടിംഗ് ബോർഡ് എടുക്കാനും പാൻ എടുക്കാനും ഒക്കെ പറഞ്ഞ് അവളോടും അവൻ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. സാവുൻ അവളോട് കോട്ടിൽ വെച്ച് അവളെ മിസ്സായതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു കോളേജ് ഫ്രണ്ടാണ് അവളോട് സംസാരിക്കാൻ വന്നത് എന്ന കാര്യം ഹീജു അവനോട് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. നിങ്ങൾ ക്ലോസ് ആണോ? അവനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് സാവുൻ ചോദിക്കുന്നു. അവളിപ്പോ എന്തോ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതും സാവുൻ അത് വായിച്ച് നീ എന്റെ കൺട്രോളിൽ ഒന്നും മിണ്ടാതെ അനുസരണയോടെ ജീവിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അതെന്റെ തോന്നല് മാത്രമാണോ എന്ന് ചോദിച്ച് സാവുൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. ഹീജുവിനെ കിസ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഹീജുവും ഞാനും വിചാരിച്ചത്. പക്ഷെ അതങ്ങനെയല്ല, അവൻ പാത്രം എടുക്കാൻ പോയതായിരുന്നു. സാരല്ല, ഇനിയും സമയമുണ്ടല്ലോ. ഫുഡ് പ്ലേറ്റിലാക്കി അവളോടെല്ലാം കഴിക്കാൻ പറഞ്ഞ് സാവുൻ അവിടുന്ന് പോകുന്നു. ഇവനിത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ചിന്തിച്ച് ഹീജു തന്റെ ഫോൺ നോക്കുന്നു. അവനൊരു നല്ല ആളാണെന്നാണ് സീനിയറായ സംഗുവിനെ കുറിച്ച് ഹീജു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതേ സമയം ഹീജു വർക്ക് ചെയ്യുന്ന ന്യൂസ് സ്റ്റേഷനിലെ റിപ്പോർട്ടറായ യൂരി ഒരു കോഫിയൊക്കെ പിടിച്ച്
നടന്നു വരുവാണ്. അവിടെ ഒരു കൂട്ടം ഫാൻസ് അവരുടെ സെലിബ്രിറ്റീനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂരി ഫാൻസിന്റെ ഇടയിലൂടെ പോകുന്ന സമയത്താണ് ഫാൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി വരുന്നത്. പിന്നെ എന്താ സംഭവിക്കാൻ നോക്കിയാലോ, ഉന്തായി തള്ളായി ബഹളമായി. ഈ കച്ചറയുടെ ഇടയ്ക്ക് യൂരി വീഴാൻ പോകുന്നു. എന്നാൽ അവള് വീഴുന്നില്ല, അവളെ ഒരാൾ പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്നത് സംഗു ആണ്. അവര് നിൽക്കുന്ന പോസ് കാരണം അവളുടെ കയ്യിലുള്ള കോഫി അവന്റെ കയ്യിലൂടെ പോകുന്നു, അവന്റെ കൈ പൊള്ളുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിക്കുവാണ്. അവന്റെ വർക്കിന്റെ ഭാഗമായിട്ട് പ്രീ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുവാണ്. അത് ഇതുപോലെ ആയതിൽ യൂരി അവനോട് സോറി പറയുന്നു. സംഗു ആണെങ്കിൽ അത് നിന്റെ തെറ്റല്ല, പൊട്ടന്മാരായ ഫാൻസിന്റെ തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഫാൻസിനെ പറ്റി മോശമായിട്ട് സംസാരിച്ചത് ഇഷ്ടപ്പെടാത്ത യൂരി അവനോട് വാദിക്കുകയും ചെയ്യുന്നു. ഒരാളെ പാഷനോടെ ഇഷ്ടപ്പെടുക എന്നുള്ള ഫീലിങ്സ് തനിക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് യൂരി ചോദിക്കുന്നു. സംഗു, ഒരാളോട് ക്രഷ് തോന്നുന്നതും ഒരാളുടെ ഫാൻ ആയിട്ടിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ അതെ, എനിക്ക് അതിനു മുന്നേ ഈ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ്, നിനക്കോ, നീ ആരുടെയെങ്കിലും ഫാനാണോ എന്നവൻ ചോദിക്കുന്നു. അവൾ ആരുടെ ഫാനാണെന്ന് പറയുന്നില്ല, പക്ഷെ അയാളെ കുറിച്ച് നന്നായിട്ട് പൊക്കി പറയുന്നുണ്ട്. കൂടെ കൈ പൊള്ളിയത് കാരണം ഹോസ്പിറ്റലിൽ പോണെങ്കിൽ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് തന്റെ ബിസിനസ് കാർഡും കൊടുത്ത് യൂരി അവിടുന്ന് പോകുന്നു. യൂരിയുടെ നമ്പർ സേവ് ചെയ്തതിനു ശേഷം ഹീജുവിന്റെ അക്കൗണ്ട് നോക്കാനും സംഗു മറക്കുന്നില്ല. ഇവിടെ ഹീജു അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി നഴ്സിംഗ് ഹോമിലേക്ക് വന്നിരിക്കുവാണ്. അവളുടെ അച്ഛൻ മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളല്ല. ഹീജുവിന്റെ കൈ പിടിച്ച് അച്ഛൻ ഹീജുവിന്റെ അമ്മയുടെ പേര് വിളിച്ച്, നീ പോവല്ലേ, ഞാൻ എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്തോളാം എന്ന് പറയുന്നത് കേട്ട് അമ്മയുടെ ബാഗ് പാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അച്ഛൻ ഈ കാര്യം പറഞ്ഞുകൂടായിരുന്നോ? അന്നെന്താ അച്ഛൻ ഈ കാര്യം പറയാതിരുന്നേ? അത്രയും കാലം അച്ഛൻ ജീവിച്ചത് സംസാരിക്കാനുള്ള കഴിവുകൊണ്ടല്ലായിരുന്നോ? ഇത് പറഞ്ഞില്ലെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് ചീത്ത പറയുമെങ്കിലും ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ എന്നെയെങ്കിലും അച്ഛന്റെ കൂടെ നിർത്തിക്കൂടായിരുന്നോ എന്ന് ഹീജു ചോദിക്കുന്നു. അച്ഛൻ ആങ്കർ ആവലാണ് നമ്മുടെ മോളുടെ സ്വപ്നം. അതുകൊണ്ട് അവളെ നന്നായിട്ട് വളർത്തണം, നല്ലൊരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് പോകണം. എന്നെപ്പോലെ ചീപ്പായിട്ടുള്ള നൈറ്റ് ക്ലബിൽ അവസാനിക്കാതെ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടണമെങ്കിൽ, അവൾക്ക് ആങ്കർ ആവണമെങ്കിൽ അവൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്, കേട്ടോ എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ഹീജുവിന്റെ അച്ഛന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ ഉത്തരം പറയുന്നത് ഇതുപോലെ മുന്നേ സംഭവിച്ച സംഭാഷണങ്ങൾ ഉപയോഗിച്ചാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവളുടെ ആഗ്രഹം നന്നായി നടക്കാൻ വേണ്ടിയാണ് അച്ഛൻ അവളെ പറഞ്ഞയച്ചത് എന്ന കാര്യം ഹീജുവിന് മനസ്സിലാവുന്നു. ഹീജു കരഞ്ഞുകൊണ്ട്, പക്ഷെ അച്ഛാ, ഞാൻ എന്നു മുതൽ ഹോങ് ഹീജു ആയോ അന്നു മുതൽ സമാധാനമായിട്ട് എനിക്കൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഈനയുടെ നിഴലിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ആരായിരുന്നു എന്ന കാര്യം എനിക്കിപ്പോ ഓർമ്മ പോലും ഇല്ല. എനിക്കിതെല്ലാം മടുത്തുപോയി, എനിക്കിതെല്ലാം നിർത്തണം എന്ന് പറയുന്നു. അവൾ ഒരുപാട് കരയുന്നു. നൈറ്റ് സാവൻ അവന്റെ ഫോൺ റിങ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 10 മണി ആവാറായിട്ടുണ്ട്. ഫോട്ടോയുടെ കാര്യവും ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ബ്ലാക്ക് മെയിലിന്റെ കാര്യവും അവനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ വൈഫിന്റെ ഫോട്ടോ ആണെന്നൊന്നും സാവൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ ഒരു ഫ്രണ്ടിന്റെ കാര്യം എന്നുള്ള രീതിയിലാണ് സാവൻ ഈ കാര്യം ഫ്രണ്ടിനോട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ ചോദിക്കാൻ എന്തിരിക്കുന്നു, കണ്ടാൽ തന്നെ അറിയില്ലേ, അവിഹിതമാണ് എന്നാണ് ഫ്രണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദോജയെ CCTV ഫുട്ടേജ് കാണിച്ച സമയത്ത് ഞാൻ വിചാരിച്ചത് അയാൾ കാർ ഓപ്പൺ ചെയ്തത് ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും എന്നാ. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ട് കാറിലേക്ക് കയറുക ചെയ്ത് ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടില്ല, തുറന്നു കൊടുത്ത പോലെയാ കയറിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് 10 മണിയാവുന്നു. കറക്റ്റ് ടൈമിൽ അവന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അവൻ ഒരുപാട് ആലോചിച്ച് കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവിടുന്ന് ഹലോ പറഞ്ഞ് തീരുന്നതിന്റെ മുന്നേ തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹീജു അത് പ്രതീക്ഷിച്ചിട്ടില്ല. അവള് വീണ്ടും അവനെ കോൾ ചെയ്യുന്നു. എന്നോട് സംസാരിക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ വെയിറ്റ് ചെയ്യേ. നിന്നെ പോലൊരു വൃത്തികെട്ടവന് ഇപ്പൊ തരാൻ പറ്റുന്ന പണിഷ്മെന്റ് ഇതാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. എന്താ ഇവിടെ സംഭവിച്ച, ഇവന് ായോ എന്ന ചിന്തയിലാണ് ഹീജു. വീണ്ടും അവള് കോൾ ചെയ്ത് നോക്കുന്നു. അവൻ കോൾ എടുക്കുന്നില്ല. കറക്റ്റ് 5 മിനിറ്റ് കഴിയുന്നതും അവള് തിരിച്ചു കോൾ ചെയ്യുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവൻ അവളുടെ കൂടെ ഇപ്പൊ കാറിലുള്ള പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. അവന്റെ ഡയലോഗ് അടിക്കൊന്നും ഒരു റിപ്ലൈയും കൊടുക്കരുത്, സമാധാനമായിട്ട് വേണം ഇരിക്കാൻ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഹീജു. സാവോൻ, ഓ ഗുഡ് ജോബ്, നിന്നെ കൊണ്ടപ്പോ വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലേ, ഇനി മുതൽ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ട് വട്ടായ ഹീജു, നീ എന്താടാ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെ ഓരോ ട്രിക്ക് എന്റെ മേലെ പരീക്ഷിക്കാൻ നിൽക്കരുത്, അവസാനം നീ അത് റിഗ്രറ്റ് ചെയ്യും എന്നൊക്കെ അവൾ ഫ്രസ്ട്രേറ്റഡ് ആയി പറയുന്നു. സാവനൊന്നും മിണ്ടുന്നില്ല. ഈ സമയത്ത് വലിയൊരു ശബ്ദം അവൾ കേൾക്കുന്നു. കുറച്ച് സമയത്തേക്ക് അവളുടെ ചെവിയിൽ ആ ഒരു മുഴക്കം നിലനിൽക്കുകയും ചെയ്യുന്നു. സാവന്റെ കോള് കട്ടായി പോയിട്ടുണ്ട്. തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വീട്ടിലേക്ക് അവൻ എത്തിയിട്ടില്ല. വീണ്ടും അവൾ അവനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു റിസൾട്ടും ഇല്ല. ഒത്തിരി സമയം അവൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങി പോവുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുന്നതും അവൾ ന്യൂസ് ഓൺ ചെയ്ത് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കുവാണ്. രാത്രി 10:07 സംഭവിച്ച ബോംബാക്രമണത്തെ കുറിച്ചാണ് ന്യൂസ് കാണിക്കുന്നത്. ബ്ലാക്ക് വസ്ത്രം ധരിച്ച ഒരാള് സ്റ്റെയർ കയറി ഡെലിവറി ബാഗ് കൊണ്ടുവരുന്നതും പിസ ബോക്സ് പോലെ ഒരു ബോക്സ് ആ ബാഗിൽ നിന്ന് എടുക്കുന്നതും അത് 5th ഫ്ലോറിന്റെ ഹാൾവേയിൽ വെച്ച് അവിടുന്ന് അയാൾ പോകുന്നതും എല്ലാം CCTVയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അയാൾ അവിടുന്ന് ഇറങ്ങി പോകുന്നതും സ്ഫോടനം നടക്കുമായിരുന്നു ചെയ്തത്. ആ ഓഫീസിൽ 6 പേർക്ക് പരിക്കുണ്ട്. കമ്പ്യൂട്ടറും മറ്റു എക്യുപ്മെന്റ്സും എല്ലാം തവിട് പൊടിയായിട്ടുണ്ട്.
റിപ്പോർട്ട്സ് പ്രകാരം കുറ്റവാളി വൈരാഗ്യം കൊണ്ടാണ് ഇത് ചെയ്തത് എന്നും അടിക്കടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോളുകൾ ചെയ്യാറുണ്ടെന്നും ഇതുപോലൊരു ആക്സിഡന്റ് നടക്കും എന്നുള്ളതിനെ കുറിച്ച് ഹിന്റ് തരാറുണ്ടായിരുന്നു എന്നും ന്യൂസ് റിപ്പോർട്ടർ പറയുന്നു. കൂടെ തന്നെ കുറ്റവാളിയുടെ ഫോൺ കോളും ന്യൂസിൽ കാണിക്കുന്നു. നാളെ ആവുമ്പോഴേക്ക് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോൾ റെക്കോർഡിന്റെ ആദ്യ ഭാഗം കേൾക്കുന്നതും ഹീജുവിന്റെ കയ്യിൽ നിന്നും അവൾ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് താഴെ വീഴുന്നു. അല്ലെങ്കിൽ എനിക്ക് 2 ബില്യൺ വൺ തന്നേക്ക്, നിനക്ക് നാളെ വരെ സമയമുണ്ട്, ഞാൻ അവളെ കൊല്ലാൻ പോവുമായിരുന്നു, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, അതോ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ അവള് പറഞ്ഞ കാര്യങ്ങൾ TV സ്ക്രീനിലൂടെ കേട്ട് ഹീജു ആകെ ഷോക്കായി പോകുന്നു. ഇതുപോലുള്ള ഭീഷണികൾക്ക് ശേഷമാണ് വിക്ടിമിന്റെ ഓഫീസിൽ തീയിട്ടത് എന്ന് ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത് കേട്ട് ഞാൻ എപ്പോഴാ അങ്ങനെ ചെയ്തേ എന്ന് വിശ്വാസം വരാതെ അവള് പറയുന്നു. ഇന്നലെ രാത്രി വീട്ടിലേക്ക് വരാതിരുന്ന സാവോൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നു. അവന്റെ ഡ്രസ്സ് ആകെ മുഷിഞ്ഞിട്ടുണ്ട്, ചോരയും കരിയും എല്ലാം ഉണ്ട്. അവൻ നേരെ ഹീജുവിന്റെ അടുത്തേക്ക് വരുന്നു. രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. സാവോൻ ഹീജുവിനെ ലിഫ്റ്റ് ചെയ്ത് ടേബിളിലേക്ക് ഇരുത്തുന്നു. സാവോൻ, ഈയിടെയായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എനിക്കറിയാത്തൊരു ഹീജു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ തൊടയുടെ ഭാഗത്തേക്ക് നോക്കി ഏതാണ് ശരിക്കുള്ള ഹീജു എന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പൊ നീ മാത്രമാണ് എന്റെ ഒരേ ഒരു ലീഡ്, എന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി നീയാണ്, അതുകൊണ്ട് കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാതെ അവൻ ഹീജുവിന്റെ സ്കേർട്ട് ഉയർത്താൻ നിൽക്കുന്നതും അവൾ സ്കേർട്ട് പിടിച്ചു വെക്കുന്നു. ഇത് കണ്ട് സാവോൻ, നീ അഴിക്കണോ അതോ ഞാൻ അഴിക്കണോ എന്ന് ഹീജുവിനോട് ചോദിക്കുന്നു. ഹീജു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവനെ നോക്കുന്നു. ഇനി 3 വർഷം മുന്നേ കല്യാണത്തിന്റെ തലേന്ന് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഈന, അതായത് ഹീജുവിന്റെ ചേച്ചി, സാവോന് മെസ്സേജ് അയക്കുവാണ്, നാളത്തെ വെഡിങ് ക്യാൻസൽ ചെയ്തേക്ക്, ഇതുപോലൊരു അറേഞ്ച്ഡ് മാരേജ് ഇനി സംഭവിക്കില്ല എന്നുള്ള പോലെ വേണം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിന്റെ ഫാമിലിയുടെ രഹസ്യം മുഴുവൻ ഈ ലോകം മുഴുവൻ അറിയും എന്നാണ് ഈന മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. സാവോനൊന്ന് ചിരിച്ചുകൊണ്ട്, ഞാനും നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഹീജുവിന്റെ കല്യാണം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് മെസ്സേജ് ചെയ്യുന്നു. ഈന, നീ കേട്ട ന്യൂസ് ശരിയാണ്, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണും അതുപോലൊരു വേസ്റ്റിനെ കല്യാണം കഴിക്കില്ല. സ്വന്തം മകളെ അതുപോലെ ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരേ ഒരാള് ഈ ലോകത്ത് തന്നെ ഹീജുവിന്റെ അമ്മ മാത്രമായിരിക്കും എന്ന് സാവോന് മെസ്സേജ് ചെയ്യുന്നു. സാവോനൊന്ന് ആലോചിച്ചുകൊണ്ട്, നാളത്തെ വെഡിങ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, എന്നാ ബ്രൈഡ് മാറും, ഒരിക്കലും നീ ആയിരിക്കില്ല എന്റെ ബ്രൈഡ്, നിന്റെ അനിയത്തി ആയിരിക്കും എന്നവൻ റിപ്ലൈ കൊടുക്കുന്നു. ആക്ച്വലി ഈ അറേഞ്ച്ഡ് മാരേജ് അറേഞ്ച് ചെയ്തതേ അവനാണ്. ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് 2ാമത്തെ എപ്പിസോഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.